ഹൃദയോദ്ദീപകം ജീവദായകം. യേശുവിൽ പ്രിയമുള്ളവരെ, ഡിവൈൻ വോയിസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നോമ്പ് കാലത്തിൻ്റെ വചന വിചിന്തനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഓരോ നോമ്പും ജീവിതങ്ങളെ നവീകരിക്കാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുന്ന കൃപയുടെ അവസരമാണ് ഓരോ നോമ്പും. പ്രിയമുള്ളവരെ, സവിശേഷമാംവിധം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, തിരികെ വരുവാൻ ദൈവം നൽകുന്ന ക്ഷണമാണ് ഈ നോമ്പിൽ നമുക്ക് ലഭിക്കുക. നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ പലപ്പോഴും ഈ ലോക ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട്, തിരക്കുകളിൽപ്പെട്ട് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചിന്ത നഷ്ടപ്പെട്ട് സഹോദരങ്ങളിൽ നിന്നും ദൈവമായുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അകന്നു പോയ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് വീണ്ടും വിചാരപ്പെടാനും ദൈവത്തിലേക്ക് തിരികെ വരുവാനും അനുദപിക്കുവാനും പാപങ്ങളേറ്റു പറയുവാനും ജീവിതത്തെ നവീകരിക്കുവാനും വലിയൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരികയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ വിളിയെ, ക്ഷണത്തെ ഗൗരവമായിട്ടെടുത്താൽ അത് നമ്മുടെ ആത്മരക്ഷയ്ക്കും നിത്യജീവനും കാരണമായി തീരും. ഓരോ അവസരവും അമൂല്യമാണ്. നഷ്ടപ്പെടുത്തുന്ന ഒരവസരം പോലും നമ്മുടെ ആയുസ്സിൽ, ജീവിതത്തിൽ നമുക്ക് തിരികെ കിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ നോമ്പും അത് അമൂല്യമായ ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ് എന്ന് നാം പറയുന്നത്. പ്രിയമുള്ളവർ, 50 നോമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുന്ന ഈ കൃപയുടെ, ഈ അനുഗ്രഹത്തിൻ്റെ പുണ്യദിനങ്ങളെ ദൈവത്തിൻ്റെ കൃപയോട്, തിരുഹിതത്തോടെ സഹകരിച്ച് അനുഗ്രഹമാക്കുവാൻ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ നവീകരണത്തിൻ്റെ അലയടികൾ ഉണ്ടാകുക. ഈശോ പറഞ്ഞില്ലേ, അത് നാഴിടങ്ങഴി മാവിൽ ഒരു സ്ത്രീ ചേർത്ത് വെച്ച അല്പം പുളിമാവ് പോലെയാണ് ദൈവത്തിൻ്റെ ഓരോ വചനവും. പ്രിയമുള്ളവരെ, ആ വചനം നമ്മുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം പോലും അറിയാതെ ഒരു പുളിമാവ് ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ വചനം നമ്മൾ ചെയ്യും. പലപ്പോഴും അപ്പമുണ്ടാക്കുന്ന വീട്ടമ്മമാർക്കറിയാം, രാത്രിയിൽ കിടക്കും മുമ്പേ അവർ അരച്ചെടുത്ത മാവിലേക്ക് അല്പം പുളിമാവ് ചേർത്ത് വയ്ക്കും. അവർ ഉറങ്ങാൻ പോകും. പ്രിയമുള്ളവരെ, നേരം വെളുത്ത് എഴുന്നേറ്റ് തിരികെ വന്ന് അവർ ആ പാത്രം തുറന്നു നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ച കാണാൻ പറ്റും. മാവ് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. രാത്രി കലക്കി വച്ച മാവ് പോലെയല്ല രാവിലെ ചെന്ന് നോക്കുന്ന മാവ്. അത് രുചികരമായ അപ്പത്തിന് പാകമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായൊരു അനുഭവമാണിത്. ദൈവത്തിൻ്റെ വചനം എന്നിലും നിങ്ങളിലും വരുത്തുന്ന വ്യതിയാനം ഇത് തന്നെയാണ്. നാം പോലും അറിയില്ല. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനായി എന്നിലും നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ പോലും പരിശുദ്ധാത്മാവ് അങ്ങ് പാടെ മാറ്റിമറിക്കും. ദൈവത്തിന് യോഗ്യരായി, സ്വീകാര്യരായി നമ്മെ ദൈവത്തിൻ്റെ വചനം മാറ്റും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിൽ പരസ്യ ശുശ്രൂഷയിൽ, സുവിശേഷ വേലയിൽ അവൻ നിരന്തരം വ്യാപരിച്ചുകൊണ്ട് അവൻ വചനം വാരി വിളമ്പി കടന്നുപോയത്. പുരുഷാരം അവൻ്റെ വചനം കേൾക്കാൻ തടിച്ചുകൂടിയത്, വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും ഇടകൊടുക്കാത്ത വിധം ദൈവത്തിൻ്റെ ജനം അവൻ്റെ പുറകെ ഓടിക്കൂടിയത്. പ്രിയമുള്ളവരെ,
ഈ വചനം അവരിൽ വരുത്തിയ വലിയ വ്യതിയാനം മൂലമാണ്. ആ വചനം എത്ര മധുരമാണ്, അതെത്ര ജീവസുറ്റതാണ് എന്ന് ആ ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് വിശ്രമം പോലും ഇല്ലാതെ ദൈവത്തിൻ്റെ വചനം അങ്ങ് വിളമ്പേണ്ടി വന്നത്. ശിഷ്യന്മാർ പരിഭവത്തോടെ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, രാവിലെ തുടങ്ങിയതാണ്, നീ എന്തെങ്കിലും കഴിക്കി, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. പ്രിയമുള്ളവരെ, അത്ര കണ്ട് ഈശോയെ ദൈവത്തിൻ്റെ വചനം തൻ്റെ മുമ്പിലേക്ക് വരുന്ന ദൈവജനത്തിന് കൊടുക്കുന്നത് അവൻ്റെ ദാഹമായി തീരുകയാണ്. എന്താണിത്? ഈ വചനമാണ് മനുഷ്യരെ മാറ്റുക, രൂപാന്തരപ്പെടുത്തുക എന്ന് ക്രിസ്തുവിനെ നന്നേ അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നമ്മളായിരിക്കുമ്പോൾ ഈ തിരിച്ചറിവിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ വചനം അനുദിന ആഹാരത്തോടൊപ്പം എന്ന പോലെ നമ്മുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വചനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവർത്തികൾ തീർച്ചയായും വെളിപ്പെടുത്തും. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പ്രത്യേകമാം വിധം നയിക്കും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളിൽ കർത്താവ് ഒരു ധനിക യുവാവിനെക്കുറിച്ചാണ് നമ്മോട് പറയുക. യേശു പരസ്യ ജീവിതത്തിലായിരുന്നപ്പോൾ ഒരു ധനികനായ ഒരു അധികാരി യുവാവാണ് യേശുവിൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ എങ്കിലും കർത്താവിനോട് ചോദ്യം ചോദിച്ച് കർത്താവ് എന്ത് ഉത്തരം പറയും എന്നൊക്കെ അറിയാനുള്ള അവൻ്റെ ഒരു വെമ്പലിൽ നിന്നാണ്, ഒരാഗ്രഹത്തിൽ നിന്നാണ് അവൻ ഈശോയോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക. അപ്പോൾ അവന് ചോദ്യം കേട്ട് ഈശോ അവനോട് പറഞ്ഞു, എന്താണ് തിരുവചനങ്ങളിൽ, വചനഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിത്യജീവൻ പ്രാപിക്കാൻ നീ പ്രമാണങ്ങൾ അനുസരിക്കുക. ഇത് കേട്ട പാടെ അവൻ പറഞ്ഞു, തല അഭിമാനത്തോടും സന്തോഷത്തോടൊക്കെയാണ് അവൻ പറഞ്ഞത്, ഞാൻ ഈ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നവനാണ്. അപ്പോൾ കർത്താവ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവനോട് ഇങ്ങനെ പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്, നീ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും നിനക്ക് ഒരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പ്രിയമുള്ളവരെ, അവൻ്റെ ചങ്കിനുള്ളിലേക്ക് ഒരു കടാര കടന്നു കയറും പോലെയുള്ള ഒരനുഭവമായിരുന്നു യേശു ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ അവനുണ്ടായത്. വചനം പറയുകയാണ്, അവൻ വലിയ ധനികനായിരുന്നു. ദൈവത്തെക്കാൾ ഉപരി സമ്പത്തിനെ സ്നേഹിച്ച് നടന്നൊരു യുവാവാണ് ആ യുവാവ്. അവനോട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറയുന്നത് അവൻ്റെ ജീവിതത്തെ അങ്ങ് ആകമാനം തകർക്കുന്ന ഒരു കാര്യമാണ്. വചനം പറയുകയാണ്, ഗുരുമൊഴി കേട്ട യുവാവ്, ഈ ധനികനായ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ അവൻ കർത്താവിനെ വിട്ടുപേക്ഷിച്ചു പോയി. പ്രിയമുള്ളവരെ, നോമ്പ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവ് എന്തെന്ന് കണ്ടെത്താനുള്ള സമയമാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാകാം, എല്ലാ ദിവസവും നിഷ്ഠയോടെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവരാകാം, എല്ലാ ആത്മീയ കാര്യങ്ങളിലും സന്തോഷത്തോടെ പങ്കുചേരുന്നവരാകാം, ഇടയ്ക്കൊക്കെ ധ്യാനം കൂടുന്നവരും വചനം കേൾക്കുന്നവരുമാകാം. പക്ഷേ കർത്താവ് പറയും, നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് എന്തെന്ന് കണ്ടെത്തി പരിഹരിക്കുന്നതിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത്, നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയിരിക്കുന്നത്. നിത്യജീവൻ്റെ വഴി അന്വേഷിച്ച് വന്ന ഒരു ചെറുപ്പക്കാരനോടാണ് അവൻ്റെ നിത്യരക്ഷയെ അപകടത്തിലാക്കിയിരിക്കുന്ന കുറവിനെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ആത്മരക്ഷയെ അപകടപ്പെടുത്തുന്ന കുറവുകളെക്കുറിച്ച്, കുറവിനെക്കുറിച്ച് ഈശോയ്ക്ക് പറയാനുണ്ട്. കേൾക്കാൻ തയ്യാറെങ്കിൽ തീർച്ചയാണ് ഈ നോമ്പ് കാലത്ത് വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയും, മകനെ, മകളെ, ഈ നോമ്പിൽ
നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത് നിൻ്റെ ജീവിതത്തിലെ ഈ കുറവിനെ പരിഹരിക്കാനാണ്. കാരണം ഈ കുറവ് നിമിത്തമാണ് നിൻ്റെ ജീവിതത്തെ ഇനിയും എനിക്ക് അനുഗ്രഹിക്കാൻ കഴിയാത്തത്. ഈ കുറവ് നിമിത്തമാണ് നിൻ്റെ ആത്മാവ് ഇനിയും രക്ഷയുടെ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ആകാതെ അസ്വസ്ഥപ്പെടുന്നത്. ഈ കുറവ് മൂലമാണ് നിൻ്റെ ജീവിതം സന്തോഷമാകാത്തത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ കുറവിനെ കണ്ടെത്തി പരിഹരിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ധനിക യുവാവിൻ്റെ ജീവിത അനുഭവത്തിലൂടെ കർത്താവ് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ കുറവിനെ പരിഹരിക്കുന്നതിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വന്ന് നിറഞ്ഞ് നമ്മൾ ദൈവമക്കളായി രൂപാന്തരപ്പെടുവാൻ ഇടയായിത്തീരുക. പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഈ കുറവിനെ ഓർത്ത് തമ്പുരാൻ്റെ പക്കൽ അനുതപിച്ച് കണ്ണീരൊഴുക്കുന്നത്? അപ്പോൾ നമ്മുടെ ജീവിതം അത് ദൈവം ഏറ്റെടുക്കുന്ന മനോഹരമായ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് നിക്കോദേമസുമായുള്ള സംഭാഷണ മധ്യേ ഈശോ പറഞ്ഞത്, ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നിയമങ്ങൾ അറിഞ്ഞതുകൊണ്ട് ആരും നിത്യരക്ഷ പ്രാപിക്കില്ല. നിയമങ്ങൾ മാത്രം പാലിച്ചതുകൊണ്ടും ഒരാളും നിത്യരക്ഷ പ്രാപിക്കില്ല. മറിച്ച് നിൻ്റെ ചങ്കിനുള്ളിലെ ആ ശൂന്യതയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നീ എപ്പോഴാണോ ആത്മാവിൽ ഒരു പുതുജന്മം പ്രാപിക്കുന്നത്, അപ്പോഴാണ് നിത്യരക്ഷ നിനക്ക് കരഗതമാകുക. ദൈവസന്നിധിയിൽ നിത്യമായി ആയിരിക്കാൻ നീ അർഹനും യോഗ്യനുമാകുന്നത് നീ ആത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവത്തിൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുമ്പോഴാണ്. ഇതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാനിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അവർ ജനിച്ചത് മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, മറിച്ച് അവർ ജനിച്ചത് ദൈവത്തിൽ നിന്നത്രേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലത്രേ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു നവജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തോട് ദൈവം ചേർത്ത് വയ്ക്കുന്നതാണ് ഓരോ നോമ്പും. ഈ വലിയ തിരിച്ചറിവോടെ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തെ പുണ്യദിനങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ വചനം കേട്ടും സ്വീകരിച്ചും നമ്മുടെ ശരീരത്തിൻ്റേതായ വിശപ്പിനെ ദാഹത്തെ എല്ലാം നമ്മൾ കണ്ടില്ല എന്ന് കരുതി നമ്മൾ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുന്നേറിയാൽ പ്രിയമുള്ളവരെ, ഈ 50 നോമ്പ് ഒരു പുതുജന്മത്തിൻ്റെ, ഒരു ആത്മാവിൽ വീണ്ടും ജനനത്തിൻ്റെ ഒരു നവ അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കും. കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് 50 ദിനങ്ങൾ അവർ പ്രാർത്ഥന നിരതരായി ഭവനത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് വചനം പറയുക. പ്രിയമുള്ളവരെ, ഗൗരവമായി യേശുവിൻ്റെ വാക്കുകളെ എടുത്ത് അവർ പ്രാർത്ഥന നിരതരായപ്പോഴാണ് 50-ാം ദിനം സമാഗതമായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളായി കർത്താവിൻ്റെ ശിഷ്യന്മാരിലേക്ക് കടന്നു വന്നത്. കേവലം 50 ദിവസങ്ങൾ മത്സ്യവും മാംസവും അതല്ലെങ്കിൽ ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണ വസ്തു ഉപേക്ഷിച്ച് പിന്നീട് ഉയർപ്പ് തിരുനാൾ വരുമ്പോൾ ആ ഉപേക്ഷിച്ചതൊക്കെ ഇഷ്ടം പോലെ കഴിച്ച് ആഘോഷിക്കുന്ന ഒരാഘോഷത്തിന് വേണ്ടിയല്ല പ്രിയമുള്ളവരെ നമ്മൾ ഈ 50 നോമ്പ് ആചരിക്കേണ്ടത്. മറിച്ച് ആത്മാവിൽ പുതുജന്മം പ്രാപിക്കുന്ന ഒരു നവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയായിരിക്കണം ഈ 50 നോമ്പ് നമ്മൾ ആചരിക്കേണ്ടത്. ഈ 50 ദിനരാത്രങ്ങൾ ഈശോയോടൊപ്പം നമ്മൾ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥന നിരതരാകേണ്ടത്. തീർച്ചയായും ആ ശിഷ്യന്മാരുടെ കൂടെ പരിശുദ്ധ മറിയമുണ്ടായിരുന്നു. ഈ 50 നോമ്പിൽ പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെ നമുക്ക് ഒരു യാത്ര ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഒരു ആത്മാവിൽ വീണ്ടും ജനനത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മെ പാകപ്പെടുത്തുന്ന, നമ്മെ ഒരുക്കുന്ന, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന ഒരു നവ അനുഭവത്തിലേക്ക് കർത്താവ് കടന്നു വരുവാൻ കൃപ നൽകണമേ എന്ന്
പ്രിയമുള്ളവർ, ഈ 50 നോമ്പിൽ വളരെ സവിശേഷമാമിതം നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവല ഭക്ത അഭ്യാസങ്ങളുടെ ജീവിതമല്ല, മറിച്ച് അത് ആത്മാവിൽ വീണ്ടും ജനനത്തിൻ്റെ ഒരു ജീവിതമാണ്. കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരെ പന്തക്കുസ്തായിലൂടെയാണ് അത്ഭുതകരമായ ദൈവരാജ്യത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ അവർ ശക്തരും ധീരരുമായത്, അവരൊരുക്കപ്പെട്ടവരും പാകപ്പെട്ടവരുമായത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാകണമെന്ന് കർത്താവ് തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവ തിരുഹിതത്തിലേക്ക് ഉയരാനുള്ള വിളി ദൈവം നമുക്ക് പ്രത്യേകമാവിധം നൽകുന്ന ദിനങ്ങളാണ് ഈ 50 നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ. നമ്മുടെ ജീവിതങ്ങളെ ആയിരിക്കുന്നത് പോലെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആ ധനിക യുവാവിൻ്റെ ജീവിതത്തിൽ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത അവൻ്റെ കുറവ് ഞങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. തമ്പുരാനെ, ആ വലിയ കുറവിനെ കണ്ടെത്തുവാനും ആ കുറവിനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിഹരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രിയമുള്ളവരെ ഈ 50 നോമ്പിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്രയോ മനുഷ്യ മക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ജീവിതത്തിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട് പ്രിയമുള്ളവരെ നാശവഴികളിൽ സഞ്ചരിച്ചിരുന്ന എത്രയോ മക്കളാണ്. പ്രിയമുള്ളവരെ, ആ കുറവ് മൂലം കുടുംബാംഗങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ടവരെല്ലാം വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകാരമുള്ള എത്രയോ മക്കളാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുതാപത്തിലൂടെ ആത്മാവിൽ നിറഞ്ഞ് ജീവിതത്തിലേക്ക് ഒരു പുതുജന്മ പ്രാപിച്ച് കടന്നു വന്ന് തമ്പുരാൻ്റെ കരങ്ങളിൽ വലിയ ഉപകരണങ്ങളായി തീർന്നവർ. ഇതുപോലെ എത്രയോ മക്കളാണ് വ്യത്യസ്തമായ പാപ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പുതു സൃഷ്ടികളായി മാറി ഈശോയുടെ ധീരസാക്ഷികളായി തീർന്നിട്ടുള്ളത്. കർത്താവ് ഈ നോമ്പിൽ നമ്മെയും ക്ഷണിക്കുന്നത് ഇപ്രകാരമുള്ളൊരു പുതു ജീവിതത്തിലേക്ക് കടന്നു വരുവാനാണ്. പ്രിയമുള്ളവരെ, വലിയ കൃപയ്ക്കായി തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നോമ്പിലും ദൈവം നമ്മുടെ ജീവിത നവീകരണമാണ് ആഗ്രഹിക്കുന്നത്. നാം നവീകരിക്കപ്പെട്ടാൽ, നാം ആത്മാവിൽ നിറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അത് ദൈവത്തിനും സ്വർഗത്തിനും സുവിശേഷത്തിനും മഹത്വത്തിന് കാരണമായി തീരും. നമ്മിലൂടെ അനേകർ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തിലേക്ക് അനുതാപത്തിലൂടെ മടങ്ങി വരുവാനും ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം കർത്താവിൻ്റെ ആ തിരുഹിതം തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ നവീകരിക്കാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും ദൈവകരങ്ങളിലെ ഉപകരണങ്ങളാക്കി മാറ്റുവാനും ഉള്ള കൃപയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരുവൻ നികൃഷ്ടമായ പാപപ്രവർത്തികളിൽ നിന്ന് അകന്നുമാറി ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അവൻ ഏതൊരു നല്ല കാര്യത്തിനും ഉപയുക്തമായൊരു വിശുദ്ധ പാത്രമായി തീരും. പ്രിയമുള്ളവരെ, എത്രയോ മഹത്തായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണിത്. ഒരുവൻ എത്ര നികൃഷ്ടമായ പാപാവസ്ഥയിലാണെങ്കിലും അവൻ തമ്പുരാനിലേക്ക് തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് അനുതാപത്തിലൂടെ തൻ്റെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിച്ചാൽ, ആ ദൈവകൃപയോട് സഹകരിച്ചാൽ, വചനം പറയുകയാണ്, അവൻ ഏതൊരു നല്ല കാര്യത്തിനും ഉപയുക്തമായ ഒരു വിശുദ്ധ പാത്രമായി തീരും. തമ്പുരാൻ്റെ കരങ്ങളിലെ മനോഹരമായ ഒരു ഉപകരണമായി അവൻ മാറും എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം അതിനുള്ള കാലമാകട്ടെ. നമ്മുടെ ജീവിതങ്ങൾ അതെത്ര പാപത്താൽ മലീമസമാണെങ്കിലും പാപപങ്കിലമാണെങ്കിലും ആയിരിക്കുന്ന അവസ്ഥകളിൽ തമ്പുരാൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ദൈവം നമ്മെ വിശുദ്ധീകരിച്ച് തനിക്ക് ഉപയുക്തരാക്കി നമ്മെ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തും. ദൈവകരങ്ങളിലെ ഉപകരണങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടും.
ചുങ്കക്കാരൻ്റെ ഫരിസേയൻ്റെയും ജീവിത അനുഭവം കർത്താവായ ഈശോ തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് മനോഭാവത്തോടെ വേണം കടന്നു വരുവാൻ എന്നാണ് കർത്താവ് ഈ രണ്ട് പേരിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തരിക. ചുങ്കക്കാരൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ തമ്പുരാൻ്റെ പക്കലേക്ക് മുഖമുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: ദൈവമേ, ഞാനൊരു പാപിയാണ്. മറ്റൊന്നും പറയാൻ അവൻ തുനിഞ്ഞില്ല, അവൻ തയ്യാറായില്ല. പ്രിയമുള്ളവരെന്നാൽ അവൻ്റെ ഈ വാക്കുകളിലെല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ ജീവിതമാണ്, അവൻ്റെ മനോഭാവമാണ്. ഈ രണ്ട് വാക്കുകളിലൂടെ അവൻ വെളിപ്പെടുത്തിയത്: ദൈവമേ, ഞാനൊരു പാപിയാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിന് ദൈവത്തിന് ഏറെ സ്വീകാര്യമായ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഈ ചുങ്കക്കാരനിലൂടെ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. എന്നാൽ മറുവശത്ത് മറ്റൊരു ഫരിസേയൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. അവനിങ്ങനെ പറഞ്ഞു: കർത്താവേ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ എല്ലാറ്റിൻ്റെ ദശാംശം കൊടുക്കുന്നു. തന്നെ ഉയർത്തി തമ്പുരാൻ്റെ പക്കൽ അവൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, ആ ഫരിസേയനേക്കാൾ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി സ്വഭവനത്തിലേക്ക് മടങ്ങി. ഈ നോമ്പുകാലത്ത് തമ്പുരാൻ്റെ പക്കൽ നാം ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്തെന്ന് ഫരിസേയനിലൂടെയും ചുങ്കക്കാരനിലൂടെയും ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരു ചുങ്കക്കാരൻ്റെ മനോഭാവത്തോടെ ആകണം നാം ദൈവത്തെ സമീപിക്കാൻ. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു ഹൃദയമാണ് ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും അത് സ്വീകരിക്കാൻ പാകപ്പെട്ട ഒരു മനസ്സ്, ഹൃദയം. പലപ്പോഴും അതില്ലാതെ പോകുന്നത് നിമിത്തമാണ് ദൈവത്തിൻ്റെ കൃപയെ പ്രാപിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ആ ഫരിസേയൻ ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയെ, കരുണയെ പ്രാപിക്കാനാവില്ല. കാരണം എന്താണ്? അവൻ തന്നെ ഉയർത്തി കണ്ടു. തൻ്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ താൻ വലിയവനാണെന്നും താൻ നീതിമാനാണെന്നും താൻ നന്മയുള്ളവനാണെന്നും താൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്നൊക്കെ അവൻ അങ്ങ് ചിന്തിച്ചു കൂട്ടി. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ ചുങ്കക്കാരൻ്റെ ഒരു ഹൃദയാവസ്ഥയിൽ കഴിയുന്നൊരു വ്യക്തിയാകാൻ നാം ഓരോരുത്തരും ഈ ഫരിസേയൻ്റെ ഹൃദയാവസ്ഥയിലാണോ? ആ ഹൃദയാവസ്ഥയിൽ നിന്ന് ഈ ചുങ്കക്കാരൻ്റെ ഹൃദയാവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പുകാലത്ത് ദൈവം ഒരു ക്ഷണം, ഒരു വിളി നമുക്ക് നൽകുകയാണ്. ആത്മീയ ജീവിതം എന്നാൽ പ്രിയമുള്ളവരെ, അത് ഫരിസേയനിൽ നിന്ന് ചുങ്കക്കാരനിലേക്കുള്ളൊരു യാത്രയാണ്. എന്നാണോ ഫരിസേയൻ്റെ മനോഭാവത്തിൽ നിന്ന് ഈ ചുങ്കക്കാരൻ്റെ മനോഭാവത്തിലേക്ക് ഞാൻ കടന്നു വരിക, അന്ന് എൻ്റെ ജീവിതം അനുഗ്രഹമാകും. തമ്പുരാൻ്റെ കരുണ എന്നിലേക്ക് കരകവിഞ്ഞൊഴുകും. വലിയ അനുഭവത്തിലേക്ക് ഇന്ന് കാലത്ത് ദൈവമേ ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നുകൊണ്ട് പ്രിയമുള്ളവർ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളേതായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മകനെ, മകളെ, നീ കടന്നു വന്ന നിൻ്റെ ജീവിതത്തിൻ്റെ പാപവഴികളിൽ പതിഞ്ഞിട്ട് നിൻ്റെ കാൽപാദങ്ങൾ ഇതെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നിൻ്റെ ജീവിതം തമ്പുരാൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണെന്ന് തിരിച്ചറിയുക. ഈ 50 നോമ്പിൽ നിൻ്റെ ജീവിതത്തെ ആയിരിക്കുന്നത് പോലെ തമ്പുരാൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും. നിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ നിസ്സീമമായ കരുണയെ, കൃപയെ, സ്നേഹത്തെ അവനൊഴുക്കും. ദൈവത്തോട് കൂടെ ഇരുന്ന് നീ ദൈവത്തിൻ്റെ ആത്മാവിൽ നീ രൂപാന്തരപ്പെടും. ഒരു വീട്ടമ്മ 4 ഇടങ്ങഴി മാവിൽ ചേർത്ത് വെച്ച പുളിമാവ് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വീണ്ടും ജനനത്തിൻ്റെ, ഒരു പുതുജന്മത്തിൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ നയിക്കും. തൻ്റെ പ്രിയ ശിഷ്യരെ ആത്മാവിൽ രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നിൻ്റെയും ജീവിതത്തെ
ഏറ്റെടുത്ത് അഭിഷേകം കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വമായി, ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറുവാൻ ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തെ ഏറ്റെടുത്ത് നവീകരിക്കും. കർത്താവ് ഈ വലിയ കൃപ ഈ 50 നോമ്പിൽ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ അനുദിനം പ്രാർത്ഥനയിൽ യേശുകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നോമ്പ് നമുക്കെല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.